പൊന്നാര ചങ്കള ഇങ്ങോട്ട് വരി. ഇത് കണ്ടില്ല നിങ്ങൾ? ടാറിങ് റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10 അടി നടക്കാൻ ദൂരത്തിൽ ഇതാക്കണം. ഈ കാണുന്ന സ്ഥലം കണ്ടില്ല നിങ്ങള്? അലുവാ കഷ്ണം മാറ്റൊരു സ്ഥലം ഇങ്ങോട്ട് നിങ്ങള്. പിന്നെ ഇതാക്കണം നമ്മളെ പ്ലോട്ടിന്റെ ആ സൈഡിൽ കൂടെ ആ കാണുന്നതും ടാറിങ് റോഡാണ് ആ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ 2 സൈഡിൽ കൂടി ടാറിങ് റോഡോട് കൂടിയിട്ടുള്ള ഈ കാണുന്ന അലുവാ കഷ്ണം മാറ്റൊരു ഒറ്റ പീസ് മുതൽ 24 സെന്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ കിട്ടില്ല. ഈ കാണുന്ന ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ടൗണിൽ ഒരു 3.5 കിലോമീറ്റർ മാത്രം അകലത്തില് കുണ്ടന്തടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ടൗണിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ അകലത്തിൽ കുണ്ടന്തടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന ചെറുപുഴയാണ്. അതുപോലെ പെരിങ്ങോം വയക്കര വില്ലേജിലും പയ്യന്നൂർ താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞിട്ടോ. അതാക്കണം ഈ വരുന്ന ബസ്സാണ് ചെറുപുഴയിൽ നിന്ന് വരുന്ന ബസ്സാണ്. ചെറുപുഴന് ഏകദേശം 3.5 കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട്. അതുപോലെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പയ്യന്നൂരിന് പോണ ബസ്സാണിത്. പയ്യന്നൂരിന് ഏകദേശം 30 കിലോമീറ്റർ ദൂരം കേട്ടോ. ഇനി നമുക്ക് ഈ കാണുന്ന റോഡിനാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതാ മച്ചേരി ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനം, അങ്ങോട്ട് പോണതാണ് ഈ റോഡ്. അതുപോലെ തന്നെ ആഞ്ജനേയം ആയുർവേദിക് ഹോസ്പിറ്റല്, അതും ഈ റോഡിന് തന്നെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഒരു 10 അടി നടന്നു കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിലോട്ട് എത്തുന്നത്. നമുക്ക് 2 റോഡാണുള്ളത്. ഈ റോഡിന് പോകാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അവിടെ റോഡുണ്ട്, അതും നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പ്ലോട്ടിന്റെ 2 സൈഡിൽ കൂടി റോഡുള്ളതാണ്. അപ്പൊ ആ റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്തോട്ട് എത്തും. പിന്നെ എവിടേക്കെങ്കിലും കണ്ണൂരിനോ പയ്യന്നൂരൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ബസ്സൊക്കെ ഇഷ്ടംപോലെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നിർത്തുകയും കയറി പോകൊക്കെ സുഖമാണ് കേട്ടോ. എല്ലായിടത്തോട്ടും കണ്ണൂരിനൊക്കെ പോകാനൊക്കെ ബസ്സൊക്കെ ഉള്ള ഇഷ്ടംപോലെ ഉള്ളതാണ്. പിന്നെ അത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഒരുപാട് വീടുകളുള്ള ഏരിയ തന്നെയാണ് കേട്ടോ. മെക്കാടൻ ടാറിങ്ങിനോട് ചേർന്നിട്ട് വളരെ അടുത്താണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഈ കാണുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഈ പ്ലോട്ടിൽ നിന്ന് കണ്ണൂരിനൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 55 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിക്കൊക്കെ ആണെങ്കിൽ ഒരു 66 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ നമുക്ക് പറഞ്ഞ് പെരിങ്ങോത്തിനൊക്കെ പോകാൻ ഒരു 8 കിലോമീറ്റർ ദൂരം. ടൗൺ എന്ന് പറഞ്ഞാൽ പെരിങ്ങോമാണ്. പെരിങ്ങോത്തിന് ഏകദേശം 8 കിലോമീറ്റർ അല്ലേ? അതെ. അങ്ങോട്ടൊക്കെ ഈ റോഡിന് ജസ്റ്റ് 2 വീട് കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ട് എത്തിയില്ലേ? അതെ, ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെയാണ് നമ്മളെ സ്ഥലം ഉള്ളത് കേട്ടോ. ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ. ഈ ഒരു ഏരിയയിൽ എന്താ പറയാ, ചെറുപുഴ ടൗണിൽ നിന്ന് ഈ കുണ്ടന്തടം എന്നൊക്കെ പറഞ്ഞ ഏരിയയിലൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു മുതലായിട്ടൊന്ന് കാണിക്കാൻ. ഒറ്റ പീസ് മുതല് ഹലുവ കഷ്ണം കിടക്കുന്ന ഒരു ഏരിയ. ഇഷ്ടംപോലെ ചുറ്റുപാട് കണ്ടില്ലെങ്കിൽ വലിയ വലിയ വീടുകളാണ്. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ മൊത്തം 24 സെന്റ് സ്ഥലമാണ്. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ കൂടെ റോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്ലോട്ടായിട്ട് 2 പ്ലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ തിരിക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. അതൊക്കെ നമുക്ക് പ്ലോട്ട് പോയിട്ട് ഡീറ്റെയിൽ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതാക്കണം ഏത് വണ്ടി വേണേലും ചെല്ലാൻ സൗകര്യത്തിനുള്ള വലിയ റോഡ് തന്നെയാണ് കേട്ടോ. ലോറി അടക്കം പോണ സൈറ്റ് റോഡാണ് ഇത്. കണ്ടില്ലേ, വലിയ വലിയ വീടുകളാണ് ഈ ഭാഗത്തൊക്കെ. ഈ 2 വീട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ സ്ഥലം ഉള്ളത്. അതേമാതിരിക്ക് നല്ല നല്ല വീടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കിടുമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് സ്കൂളുകളൊക്കെ അടുത്തുണ്ട് കേട്ടോ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വയക്കരയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതെ. അതുപോലെ തന്നെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാക്കഞ്ചാലി, സെന്റ് മേരീസ് ഹൈസ്കൂൾ അല്ലേ? ഹൈസ്കൂളാണ് കാക്കഞ്ചാലി, അങ്ങോട്ട് 1.5 കിലോമീറ്റർ. പിന്നെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപുഴയിലുണ്ട്, ഏകദേശം ഒരു 2 കിലോമീറ്റർ. പിന്നെ നമുക്ക് അടുത്തുള്ള പള്ളികളൊക്കെ എവിടെയെന്ന് വെച്ചാൽ കാക്കഞ്ചാലിലുണ്ട്, പാടിയോട്ടിയാലിലുണ്ട് അല്ലേ? അതെ. പാടിയോട്ടിയാലിലോട്ട് ഏകദേശം 2 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. പിന്നെ കാക്കഞ്ചാൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും വലിയ പള്ളിയുണ്ട്, 2 കിലോമീറ്റർ. മുസ്ലിം പള്ളി നമുക്ക് ഏകദേശം ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ മച്ചിയിൽ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് മച്ചിയിലാണ്. പയ്യന്നൂർ പോണ അടുത്ത സ്റ്റോപ്പ് മച്ചിയിലാണ്. അവിടെ ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട്. അതുപോലെ തന്നെ പാടിയോട്ടി ചാലിൽ എത്തിക്കഴിഞ്ഞാൽ ജുമാ മസ്ജിദ് ഉണ്ട്, ഏകദേശം 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ വീട് വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെ ഇനിയിപ്പോൾ ചെറിയ കുട്ടികളെ മദ്രസയിൽ പറഞ്ഞേക്കണം എന്നുണ്ടെങ്കിലോ ഇനിയിപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലോ അതിനൊക്കെ സുഖമാണ്, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ അമ്പലങ്ങൾ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. നമ്മളെ എൻട്രൻസിലുള്ള അമ്പലം ഇതിന്റെ അടുത്ത് തന്നെയാണ് അല്ലേ? അതെ. അപ്പുറത്തെ റോഡിന് പോയി കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് പോണ റോഡാണ്. അങ്ങോട്ടൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാക്കണ് ഈ കാണുന്ന തന്നെയാണ് നമ്മളെ സ്ഥലം. നമ്മളെ വണ്ടി കിടക്കണ കണ്ടില്ലേ? ഇതാക്കണ് ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഈ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പുതിയ കണക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റ് എല്ലാം ഉണ്ട്. ഇതാക്കണ് ഇവിടുന്നാണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത് കേട്ടോ.
സ്ഥലത്തിന്റെ അതിൽ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ഥലം കിടക്കുന്നത്. ഇത് കണ്ടില്ലേ, ആ തലയ്ക്ക് വരെ അപ്പുറത്തെ ആ റോഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആ ഒരു കമാനം കാണിച്ചു തന്നില്ലേ, ലാൻഡ്മാർക്ക്, ആ റോഡ് വരുന്നത് അതിലാണ്. അപ്പോൾ ഇതാക്കണ് ഈ ഭാഗത്തുള്ള ഫ്രണ്ടേജ് അതിൽ എൻഡ് ഇതാക്കണം. ഇവിടെ ഈ പോസ്റ്റ് കാണുന്നതിൻ്റെ ഇവിടം വരെയാണുള്ളത് കേട്ടോ. അവിടെയൊക്കെ കണ്ടില്ലേ വീട്, അങ്ങോട്ടൊക്കെ വീട്, ചുറ്റുപാടും വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞപ്പോൾ പുതിയ വീടുകളൊക്കെ വരാനുള്ളതാണ്. ഇതൊക്കെ ഓരോരുത്തരുടെയും സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇവിടം വരെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്, സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത്. പിന്നെ അങ്ങോട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ വീടുകളാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ സ്ഥലത്തിന്റെ ഏകദേശം ഈ ഒരു ഭാഗത്തുള്ള എൻഡില്ലേ. അതെ, ഇനി നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് ആ ഭാഗം മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. പോയോക്കല്ലേ. അപ്പൊ ഈ സൈഡിലുള്ള അതിരും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി ഇങ്ങോട്ട് വരും. ഇടുങ്ങിയ റോഡൊന്നുമല്ല, നല്ല വലിയ ലോറി വരാനുള്ള ഏത് വണ്ടിയും വരും, അങ്ങനത്തെ വലിയ റോഡ് തന്നെ. ഇനി ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മളെ സ്ഥലം. മൊത്തം 24 സെന്റ് സ്ഥലം, ഒറ്റ പീസ് മുതൽ അലുവാ കഷ്ണം മാരത്തെ മുതൽ സ്ഥലം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 24 സെന്റ് സ്ഥലമാണ്. അതിൽ 12 സെന്റ് സ്ഥലം ഈ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ 12 സെന്റ് സ്ഥലം പകുതിയായിട്ട് മുറിച്ചാണ് കൊടുക്കാൻ റെഡിയാണ്. പിന്നെ നമുക്ക് കറണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലും, അതായത് ഈ ഒരു ഭാഗത്ത് കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്, അവിടെയും കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളുണ്ട്. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു ഒച്ച അനക്കൊന്നുമില്ല, നല്ലൊരു ഏരിയ, നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ നമുക്ക് ഈ സ്ഥലത്ത് ഉള്ള റോഡ് കാണാം. നമ്മൾ ഫസ്റ്റ് ഒരു കമാനം അവിടെ കാണിച്ചു തന്നില്ലേ, എത്തേണ്ട ലാൻഡ്മാർക്ക് ഒക്കെ പറഞ്ഞു കണ്ട് അവിടുന്ന് വരുന്നതാണ് ഈ റോഡ് കേട്ടോ. 2 സൈഡിൽ കൂടെ റോഡ് ഉണ്ട്. ബസ്സൊക്കെ വലിയ റോഡ് തന്നെയാണ്. കഴിഞ്ഞാൽ ഒരു 10 അടി ഇങ്ങോട്ട് നടന്നു പോകാൻ റോഡ് ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബസ്സൊക്കെ പോണത്, ബസ്സും വണ്ടികളൊക്കെ പോണത് നമുക്ക് ബാങ്ക് കൊടുക്കണേ. ഇവിടുത്തെ ജസ്റ്റ് ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട്. ഈ ഭാഗത്തുള്ള അതിര് ഇതാക്കുന്ന പറഞ്ഞാണ് തുടങ്ങുന്നത് കേട്ടോ. ഇതാക്കണേ ആ പോസ്റ്റ് നിൽക്കുന്നതിന്റെ അവിടെ വരെയാണ് ഇതിന്റെ ഫ്രണ്ട് അതിര് ഇവിടെ വരുന്നത്. പിന്നെ ഏത് പാദയാത്രയ്ക്ക് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് നടന്നു പോരാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു വണ്ടി കിട്ടിയെന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കാരെ ഓട്ടോക്കാരെ ഒന്ന് വിളിച്ചു നാട്ടെ നേരം പോകേണ്ടൊന്നും അങ്ങനത്തെ ഒന്നും ഒരു അവസ്ഥ വരില്ല. ഇവിടെയൊക്കെ ചുറ്റുപാടും വീടുകൾ, കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ പറമ്പിൽ ഏകദേശം 6ഓളം തെങ്ങുകൾ ഉണ്ട് ഇപ്പൊ നിലവിൽ. അത്യാവശ്യം കായ്ക്കുന്ന നല്ല 5-6 തെങ്ങുണ്ട്. ഇപ്പൊ നമുക്ക് ഈ സൈഡിൽ നമ്മൾ അതിനോട് ചേർന്നിട്ട് പിന്നെ കണക്ഷൻ കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇവിടെ ഉണ്ട്. ആ സൈഡിലോട്ട് 4 മൂലയിലും പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏകദേശം ഒരു ഡീറ്റെയിൽ പറഞ്ഞാലേ. അപ്പൊ എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ? കിടുവാണ്, നല്ല കിടുക്കാച്ചി മുതൽ സ്ഥലമാണ്. ഒറ്റ പീസ് അലുവാ കഷ്ണം മുറിച്ച് അങ്ങനെ അജാതി മുതല്. നല്ലൊരു കിഡിലം പ്ലോട്ടാണ്. പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2,25,000 രൂപയാണ് സെന്റിന് ചോദിക്കണം കേട്ടോ. മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ പ്ലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 സെന്റ് സ്ഥലമാണെങ്കിൽ അങ്ങനെ കൊടുക്കും. പകുതി 2 സൈഡിൽ റോഡ് ഇട്ടിട്ട് അങ്ങനെ അതിന്റെ പകുതിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാനും പറ്റുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുക, നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ അല്ലേ. അതിനും പറ്റിയ ഇനിയൊരു വീടൊക്കെ വെച്ച് കൊടുക്കാനും അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അതല്ലെങ്കിൽ ചെറുപുഴ ഏരിയയിൽ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റിയ സ്ഥലമാണ്. നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. സ്കൂൾ, പള്ളി, അമ്പലം, ചർച്ച എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പാർട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും 2,25,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വില പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 6 മാസം അല്ലേ, 6 മാസം വരെയുള്ള ഒരു വിലയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വിലയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അല്ലേ. അപ്പം നിലവിൽ ഈ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ 2,25,000 രൂപ പെർ സെൻറ്റിന് ചോദിക്കുന്ന ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നമ്പർ 9895181886 ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും അല്ലേ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും റിലേഷൻ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലേ. ഞങ്ങളുടെ നമ്പർ മറക്കണ്ട, 9895181886. അപ്പം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി. ബൈ.